ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം തങ്ങൾ പറയാൻ അന്നഹു ഖാൽ ലാ യഖുറന്നകും ഖൗലുല്ലാഹി അസ്സ വജൽ അല്ലാഹുവിന്റെ ഒരു വാക്ക്, ഒരു വചനം, അത് നിങ്ങൾ ആരെയും വഞ്ചിതരാക്കാതിരിക്കുമാറാവട്ടെ. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. ഖുർആനിൽ ഒരു വചനമുണ്ട്, മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മ പ്രവർത്തിച്ചാൽ ഫലഹു അശ്റു അംസാലിഹാ, അദ്ദേഹത്തിന് 10 ഇരട്ടി പ്രതിഫലം കിട്ടും. ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടിയാണ് പ്രതിഫലം കിട്ടുക. സാധാരണഗതിയിൽ അത് റമദാനിലാവുമ്പോൾ കൂടും, സ്ഥലങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ഇവിടെ നിന്ന് ചെയ്യുന്നത് പോലെയല്ല, ഹറമിൽ ചെന്നാൽ അവിടെ കൂടുതൽ കൂലി കിട്ടും. അങ്ങനെ പല സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് മാറും. ഏതൊരാൾ എവിടെ വെച്ച് സാധാരണഗതിയിൽ നോർമലി ഒരു അമല് ചെയ്താൽ തന്നെ 10 പ്രതിഫലം, 10 ഇരട്ടി പ്രതിഫലം നൽകും. എന്നാൽ ഒരാൾ ഒരു തിന്മ ചെയ്താൽ അതിന് ആ ഒരു തിന്മയുടെ കുറ്റം മാത്രമേ കിട്ടുകയുള്ളൂ. ഈ ഒരു വചനം നിങ്ങൾ ആരെയും വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇത് കേട്ട് ആ നന്മ ചെയ്താൽ 10 പ്രതിഫലം കിട്ടില്ല, തിന്മ ചെയ്താൽ 1 കിട്ടുള്ളൂ എന്ന് വെച്ച് തിന്മ ചെയ്യാൻ പോകരുത് എന്ന് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. കാരണം ഫഇന്ന സയ്യിഅത വഇൻ കാനത് വാഹിദതൻ ഫഇന്നഹാ തത്ബഉഹാ അശ്റു ഖിസാലിൻ മദ്മൂമ. തിന്മ ഒന്നാണ് ചെയ്യുന്നതെങ്കിലും ആ തിന്മയോട് പിന്തുടർന്ന് 10 ആക്ഷേപാർഹമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭവിക്കും. 10 ഡിഫക്റ്റുകൾ, 10 പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നു. ഒന്ന്, ഒരു തിന്മ ഒരാൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ അവൻ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു വായും വെള്ളമൊക്കെ തന്നത് അള്ളാഹുവിനെ ആരാധിക്കാനും വഴിപ്പെട്ട് ജീവിക്കാനാണ്. അപ്പൊ അള്ളാഹുവിനെതിരെ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ദേഷ്യം പിടിക്കും. അങ്ങനെയല്ലേ? നമ്മൾ ഒരാൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മുടെ മക്കളോട് മോനെ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവന് നമ്മൾ ഇഷ്ടമില്ലാത്തടത്തേക്ക് അവൻ പോയാൽ നമ്മൾ അറിയില്ല, എന്തിനാണോ നിനക്ക് ഞാൻ ഭക്ഷണം എന്ന് പറയൂലേ. അപ്പൊ അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ഒരാൾ ഒരു തിന്മ ചെയ്യുന്നതിലൂടെ. ഇബ്ലീസിന് വലിയ സന്തോഷം ഉണ്ടാക്കി കൊടുത്തു. കാരണം അവനിങ്ങനെ തിന്മകൾ ഈ ലോകത്ത് എത്രത്തോളം ഉണ്ടാകുന്നു അത്രയും വലിയ സന്തോഷമാണ് ഇബ്ലീസിനെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. മൂന്നാമത്തെ പ്രയാസം അവന്റെ ജീവിതത്തിൽ വരുന്നത് അവൻ സ്വർഗത്തിൽ നിന്ന് വിദൂരത്താകുന്നു. നരകത്തോട് അവൻ അടുക്കുന്നു. അഞ്ചാമത്